എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാം. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് കൂടിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ അതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്യൂസ് ആണ് കേട്ടോ. ഞാനപ്പോൾ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു 2, 3 ടേബിൾ സ്പൂണോളം മതിയാവും. അതിനനുസരിച്ചിട്ടുള്ള കാഷ്യൂസ് എടുത്താൽ മതി. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുക്കട്ടെ. കണ്ടോ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നുമില്ല. ഒരു 2, 3 ടേബിൾ സ്പൂൺ അത്രയും മതി. അപ്പോൾ ഇനി നമുക്ക് ഈ പൗഡർ കൂടി ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കണം. ഇതെല്ലാം ഒന്ന് വറവായിട്ട് വരട്ടെ. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് കാണുമ്പോൾ അറിയാൻ കണ്ടോ നന്നായിട്ട് വറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന റവയ്ക്ക് അനുസരിച്ചിട്ടുള്ള അളവിൽ തന്നെ വേണം നമ്മൾ പിന്നെ പാലൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കിതിലേക്ക് 2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. റവയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ നമുക്കറിയാലോ റവേൻ്റെ പേരിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണ്ട കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാരണം റവ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതിപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം. ഈ ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ഷുഗർ എല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സില്ലേ അത് നമുക്കൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിനിപ്പോൾ ഒരുപാട് ചൂടില്ല കേട്ടോ. നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു ചൂടേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാൻഡിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ സ്റ്റാൻഡിലും കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള റവയുടെ മിക്സ് ഇതിൽ വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് പരത്തിയെടുക്കണം. ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊരു കനത്തിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ദാ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ടായാലും ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ എന്താ ഇത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ ഈ ഒരു വലുപ്പത്തിൽ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കനം കുറച്ചിട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റവയുടെ മിക്സ് എല്ലാം ഞാൻ ദേ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസല്ലേ, ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ നല്ലതുപോലെ ഇങ്ങനെ പൊളച്ചിങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ദേ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനിയും നമ്മൾ ഒരുപാട് അങ്ങനെ ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ ഓയിലൊന്നും പോവില്ല കേട്ടോ. കണ്ടോ നല്ലതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിനി കോരിയെടുക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പില്ല, അതിപ്പോൾ ലോ ഫ്ലെയിമിലായിരുന്നു, ഞാനപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറ്റ നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുന്ന ഒരു സ്റ്റേജ് ആവണം, ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് കിട്ടണം. ആ ഒരു സ്റ്റേജ് ആവുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കണ്ടോ ഇപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. നൂൽപ്പരുവൊന്നല്ല കേട്ടോ, നൂലൊന്നും വരേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഒട്ടുന്ന രീതിയിലായി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സ്നാക്കില്ലേ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഈ ഷുഗർ സിറപ്പിൽ ഇങ്ങനെ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഇനി കുറച്ച് നേരം ഈ ഷുഗർ സിറപ്പൊക്കെ ഇതിലേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്നും വേണ്ട കേട്ടോ, വെറുതെ ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ ഇപ്പോൾ ആ ഷുഗർ സിറപ്പ് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ റെഡിയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് ഇത് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ശരിക്കും നമ്മൾ ഗുലാബ് ജാമൊക്കെ കഴിക്കില്ലേ അതേ ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.